Good morning. Namaskaram. Welcome everyone to Team Global Millionaires Live. എല്ലാ മാസവും നമ്മൾ നടത്താറുള്ള ഈ ഒരു പ്രോഗ്രാം ഇന്ന് വളരെ പ്രത്യേകതകളോടുകൂടി നമ്മൾ വീണ്ടും ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ വെൽക്കം എവ്രിവൺ. എല്ലാവർക്കും ഈ ഒരു മില്യനേഴ്സ് ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാ മാസവും 11-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഷെഡ്യൂൾഡ് എവറി 11th. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് ടൈം നമുക്ക് ചില ടെക്നിക്കൽ റീസൺസ് കാരണം ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോഗ്രാമാണ്. കാരണം എല്ലാ മാസവും ഒരു മാസം 1 ലക്ഷത്തിലേറെ രൂപ വരുമാനമുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. So we are welcome all the brand new millionaires, and of course a big congratulations to all brand new millionaires. പുതിയ ലക്ഷാധിപതികളെ, പുതിയ millionairesനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. So I feel so thrilled, and you can see my background 57, 58, 59 and 60. That means we are creating around 60 millionaires right now. Last month we have announced 56 millionaires, and this month we are going to announce 57, 58, 59 and 60. And of course, you know very well, we already declared our mission 500. So before reaching mission 500, we have announced mission 100. That means before 31st, our plan is to reach 100 millionaires. So that's why we announced these kinds of programs. We scheduled these kinds of promotional activities. And anyway, I feel so thrilled. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഒരുപാട് മില്യനേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിൽ. ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് അവർ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് മിസ്റ്റർ വിനോദ് നമ്പൂതിരി, വി ഹാവ് മിസ്റ്റർ റഫീഖ് റഹ്മാൻ, വി ഹാവ് മിസ്റ്റർ ബക്കർ, വി ഹാവ് നൌഷാദ് കാക്കവയൽ, സുഹ്ര ബാനു, ഷെഹാന അഫ്സൽ, സൽമ അഫ്സൽ, രാജു ശിവാനന്ദൻ ആൻഡ് Suhra and Kader, then Rajiv Cheruduruthi, Mr. Abraham Vorgis, Sadishan NP. ഇവരെല്ലാവരുടെയും ടെസ്റ്റിമോണിയൽ നമ്മൾ ഒരിക്കൽ കേട്ടിട്ടുള്ളതാണ്. ബട്ട് ടുഡേ വി ഹാവ് സം സ്പെഷ്യൽ ഗസ്റ്റ്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് ചില വിശിഷ്ട വ്യക്തികളുണ്ട്. അവരുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റിമോണിയലാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ലിസൺ മീ വെരി കെയർഫുള്ളി. നൗ വി ആർ ലിവിംഗ് ഇൻ എ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ. ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പോലും മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ആളുകൾ വലിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് ആൻ അൺസർട്ടനിറ്റി, വല്ലാത്തൊരു അനിശ്ചിതത്വം നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് വി മോദി കേറിയൻസ്, വി ടീം ഗ്ലോബൽ ഫാമിലി മെമ്പേഴ്സ്, വെർട്ടിക്കലി വി ആർ ഗ്രോയിങ്. നമ്മൾ വലിയ വളർച്ചയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ മെസ്സേജ്. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പോലും വളരെ സുരക്ഷിതമായി ചെയ്യാൻ കഴിയാവുന്ന ദ മോസ്റ്റ് പ്രൊട്ടക്റ്റഡ്, ദ മോസ്റ്റ് സെക്യൂർഡ് ബിസിനസ്, ആൻഡ് ദാറ്റ് ഈസ് മോദി കെയർ. അത്രയധികം ആളുകളാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ നിരന്തരം നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഇൻട്രൊഡ്യൂസിംഗ് സോ മെനി അച്ചീവേഴ്സ്, കാർ അച്ചീവേഴ്സ്, മില്യനേഴ്സ്. ഒരുപാട് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ മാസവും ഇപ്പൊ പുതിയ ബ്രാൻഡ് ന്യൂ മില്യനേഴ്സ്, മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന കുറച്ച് പുതിയ വ്യക്തികളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു ബിസിനസിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ഈ ഒരു ബിസിനസിന്റെ സുരക്ഷിതത്തെയാണ് കാണിക്കുന്നത്. ഈ ബിസിനസിന്റെ ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് Modi Care is one of the most promising business in the country right now. And today we have wonderful achievers today. We have wonderful achievers today. You know what is the speciality of today's achievers? They have some speciality because they started this business in this COVID time. Means just 1 year back. Just 1 year back, they started this business. And now they're achieving more than 1.5 lakhs every month. My God, what a fantastic achievement. What a spectacular achievement. And it shows the speed of this business. It shows the power of this business.
So that's why I feel so proud and privileged to invite those champions. So before inviting today's achievers, I would like to invite one person, because this person is really a dynamic personality. Before inviting millionaires, I would like to invite this particular person, and this person create a new era in direct selling industry, especially in Maharashtra. And within a year, she achieved a global Black Diamond title. She started her journey just 1 year back, and now she created millionaires. She created so many achievers. So it's my honor and privilege to invite our brand new global Black Diamond, Mrs. Sonal Lodha and Paresh and Ritansh. So please welcome to introduce your brand new millionaires. Over to you, Sonal. गुड मॉर्निंग सर, थैंक यू सो मच जो आपने इतना बड़ा आज मतलब ये मौका आई एम स्पीचलेस टुडे। हम ऐसे आप समझ सकते हो। और सबसे प्राउड मोमेंट ये है कि इस मिलेनियर क्लब में आज हमारी एंट्री हुई। जब कहने को मुझे बहुत प्राउड फील हो रहा है सर कि मेरी भी एंट्री आज हुई, साथ साथ मेरे टीम की भी एंट्री आज हुई। तो इससे बड़ा अचीवमेंट और सबसे बड़ा प्राउड मोमेंट कोई नहीं होगा। तो थैंक यू सो मच जिशाद सर एंड ऑल टीम। मोदी केयर एक ऐसा प्लेटफॉर्म है जो हम हमारे सपने पूरे करते हैं। तो ऐसे ही सपने कुछ 1 साल पहले मैंने देखे थे मेरे रिदांश के साथ, और यही सपनों को लेके हमने हमारे टीम में डुप्लीकेट किया और ऐसे ही लीडर्स को क्रिएट किया, लीडर्स को तराशा कि उनका जो हुनर था उनको बाहर निकाला कि हर एक में क्षमता होती है। हम सब भगवान ने जो हमको बनाया सबको सेम बनाया है, तो ये सबकी एक क्षमता होती है, सिर्फ हमको उनको निखारना होता है डायमंड्स की तरह। तो ऐसे डायमंड्स आज टीम ग्लोबल में है, ये बड़ी एक फक्र की बात है। और मैं ऐसा मेरे टीम के जो मिलेनियर्स है, जिन्होंने ब्रांड न्यू मिलेनियर्स जिन्होंने इस मंथ अचीव किया है, फर्स्टली आई इनवाइट सर, कंटिन्यू। Yeah, you can continue, please. Firstly, I invite brand new millennial मोनिका गुप्ता मैम, जिनके बारे में मैं क्या कहूँ सर। शी इज वेरी डायनामिक लीडर। उनका पैशन अगर आप देखोगे तो देखते ही रह जाओगे सर। मोनिका मैम ने बीएससी बायोलॉजी में की है और साइकोलॉजी में भी एमए किया है, एमएड है, डिप्लोमा इन स्कूल मैनेजमेंट, हैंडराइटिंग एनालिसिस। वो एज अ कोऑर्डिनेटर सीबीएसई स्कूल में वर्क करती है। सोशल साइंस उनका सब्जेक्ट रहा है 10th ग्रेड तक, और वो इंचार्ज भी है 3 प्री स्कूल की। जब उनके साथ मोदी केयर ये अपॉर्चुनिटी आई करीबन 8 महीने पहले, जब हम उनसे मिले, उनको बिजनेस शेयर किया, तो उन्होंने ये करते करते इतना अच्छा जॉब उनका स्किप किया और फुल टाइम मोदी केयर करने लगे। और विद इन 8 मंथ उन्होंने वेरी प्रेस्टिजियस टाइटल प्रेसिडेंशियल डायरेक्टर ये हासिल किया और मिलेनियर क्लब में उनकी एंट्री हो गई। और सर मैं उनके बारे में और एक बात बताना चाहूंगी। मोनिका मैम के लाइफ में मोदी केयर सेकेंड टाइम आया है। फर्स्ट टाइम जब 22 ईयर्स एगो जब उनकी शादी हुई थी, तब भी वो मोदी केयर में उन्होंने एंट्री की थी, बट वो कंटिन्यू नहीं कर पाए। नहीं तो आज हम सबके गुरु वो रहते थे। और
उन्होंने सेकेंड टाइम जब वापस मोदी केयर उनके पास आया तो ये अपॉर्चुनिटी को कैच किया और अपने लाइफ में कुछ तो भी अलग करके दिखाना, अपने लाइफ के सपने उनको ये पूरा मोदी का जो पोटेंशियल है वो दिखा कि ट्रेडिशन में जो मेरा सपना अचीव नहीं होगी और उन्होंने किया इतना अच्छा कोऑर्डिनेट का फुल टाइम डेमो बिजनेस ट्रेनिंग पूरे महाराष्ट्र में जैसा टाइम में बहुत अच्छी तरीके से करती है और आई फील वेरी प्राउड फील होता है कि वो आज मेरी सक्सेस पार्टनर है, मेरी टीममेट्स है और बिजनेस पार्टनर है। हम आशा करें उनके लाइफ के सभी सपने पूरे हो। आई इनवाइट मिसेस मोनिका गुप्ता। Thank you. Please, Thank you. ma'am. What a fantastic Monica, achievement. ma'am. Yes, What a ma'am. fantastic Thank you. achievement, Thank you Monica. so much. Thank you so much, sir. Thank you so much, Sonal ma'am. Thank you for introducing me so beautifully. Thank you, Jishat sir, that I am so lucky to join this group. And I feel honored. I feel really proud that I am a part of this group. Thank you so much, sir. Thank you so much, Sonal ma'am, for inviting me here. I want to thank Honorable English sir and ma'am for their हिंदी में बोलिए, their no problem. guidance, their support, which is not which is unavoidable. Means the success is not possible without these two mentors, Sonal ma'am and English sir. Thank you so much. I'll just introduce myself in few words. Myself, Monica Gupta. I live in Kopargaon. Basically, I am a teacher and I belong to Jaipur, Rajasthan. I have completed my studies in Jaipur only. I am BSc, MA, MEd, DSM, and I was doing a well-settled, well-established job in a renowned education institute, Sanjeevani. But in December, my life changed when I came across Modi Care. It was a very simple day for me when Sonal ma'am and English sir came to Kopargaon and introduced me to Modi Care. And I just started without thinking anything. I would like to mention my husband. Company Somaya Group, and as he is a finance head, he has that all. Monica ji, can you repeat the sentence about husband? Because my husband, Mr. Dinesh Gupta. Okay, fine. Yeah. He's AGM in a chemical factory, sir. Finance head. Yes, sir. So it was his calculation, his decision. He understood the power of Modi Care. And we started with DP the very first month. January, May, when I started with my DP inauguration and all, sir, I was doing it very passionately, but I faced a big challenge. In March, a whole family had corona. Everything was closed. And that time, it was a point where the graph of my confidence was coming down. मुझे ऐसा लगने लगा कि अरे कैसे होगा. पूरा मार्च we were in bed. हम सबको कोरोना था. Then lockdown. So 2-3 months went out like that. But it was the whole support of our mentors, English sir, Sonal ma'am, Paresh sir, that they all stood behind me. They all every day motivated me. And I am here today with such a honored title. Thank you so much once again for all that. Uske baad, sir, the journey started again in month of June, and I owned a car with
एसडी टाइटल हुआ, मैंने कार भी लिया मोदी केयर फंड से, एंड उसके बाद जो बिजनेस का स्पीड हुआ वो एक्सीलेंट था सर। और प्रेसिडेंशियल हुआ लास्ट मंथ मेरा, प्लस मेरी डॉटर जिसने अभी इंजीनियरिंग पूरा किया है, बीटेक पूरा किया है, उसने भी अपना प्लेसमेंट जॉब को स्किप किया, मेरे साथ मोदी केयर करती है। Wow. एंड वो उसने भी इस मंथ एसडी टाइटल अचीव किया है सर, फर्स्ट मंथ क्लियर हुआ है। And she is also happy, and just now she was saying, I have to earn 2 crores in 2 years. Main aim that I can fulfill her dreams. सर मुझे फ्यूचर में ऐसा लगता है मोदी केयर फुल टाइम तो मैं अभी भी कर रही हूँ, बट आई हैव टू ग्रो माय बिजनेस वेरी पैशनेटली। GBDD टाइटल जल्दी से जल्दी लेना है, एंड आई प्रे टू गॉड आई कैन रिकॉर्ड ऑफ सोनल मैम, प्रे टू गॉड फॉर दैट कि मैं सोनल मैम का रिकॉर्ड तोड़ सकूं और 1 साल से पहले हो सकूं। तो इसके लिए मैं पूरी कोशिश कर रही हूँ, और GBDD होने के बाद एक्चुअली आई थिंक द एक्चुअल प्रोग्रेस एंड एक्चुअल ग्रोथ विल स्टार्ट। I will reach heights. The sky is the limit, sir. Thank you so much, sir, for giving me chance here. Thank you, Monica ji. What a beautiful testimony you have. I think within 8 months, you have crossed a presidential title with a beautiful income. And Yes, you're sir. coming from a very sound family. That means you are well educated and you have already a very good job right now. Yes, But sir. you understood the power of network marketing, and you Right. choose this career. Maybe even this Corona time, you face some challenges, and that's why you realize the power of teamwork and network marketing. And absolutely, I think all the credit goes to Sonal and our kingmaker, Mr. Ganesh Ingle. Yes, sir. Yes, sir. Yeah, definitely, 100%. definitely. Actually, I feel so surprised because this is the first time I'm meeting you. And this is the power of network marketing, my dear friends. Yes, sir. This is the power of network marketing. But I Because have last been month, meeting you, sir. I Yeah, have been yeah. meeting you here and there. yeah. That I know, but this is the first time we are sharing a Yeah, stage sir. together, And sharing a venue that is together. why the day is so precious for me, a golden day for me, sir. Of course. And I noted one point. That means you said it. The real growth started after GBD. What a wonderful statement. What a wonderful statement. That means you really understood the power of this business. That's why you Yes. said, you mentioned like this. Anyway, big congratulations once again. And definitely I'm wishing you a very speed achievements and a big income also. Wish you a Yes, unlimited azadi. Sir, one more thing I would like to mention, sir. Yes, please. Sonal ma'am started with one more new idea with our team, that is DDMO, Yeah. and which helped us immensely. Past Definitely. 2-3 months we are doing it continuously, and it really worked, sir. It really worked. Thank you very much. And Sonal is one of the best duplicator in Team Global family. Yes, So that's sir. why she duplicated it well. And I am very happy to hear that. That means you also doing very well and you achieved a very good income and title within very short month. Yes, sir. Big congratulations once again, Monica ji. And again, over to Sonal ji for your next millionaire introduction, please. Yes, sir. Yes. Thank you so much, Monica ma'am. I really feel very proud today. रियल में ये गोल्डन डे आज हमारे सबके लिए, बिकॉज हमारे मेंटर हमारे साथ है, जिशाद सर जी एंड इंग्लिश सर जी। तो सबसे बड़ी बात आज बहुत गोल्डन डे है सही में। नेक्स्ट मिलेनियर इन माय टीम मिसेस शिल्पा अजमेरे, ये भी एक टीचर है सर, कोपरगांव से ही बिलोंग करती है। परमानेंट जॉब है इनका शारदा स्कूल में, सोशल में भी काफी अच्छा इनका वर्क रहता है। इनका स्टेशनरी जो स्कूल सप्लाई होता है उसका उनका खुद का शॉप है। हेलो, Yeah, you can continue, please. या
इनका शॉप ये पूरे डिस्ट्रिक्ट अहमदनगर डिस्ट्रिक्ट को स्कूल सप्लाई करते हैं, बट लास्ट दिसंबर से ही ये मेरे साथ मोदी केयर में ज्वाइन हुए हैं और इन्होंने भी लास्ट मंथ प्रेसिडेंशियल डायरेक्टर ये टाइटल अचीव किया है। इनका पैशन देखेंगे सर तो मैं आपको बताना चाहूंगी, कुक्कू जब लॉन्च हुआ है अभी तक इन्होंने अराउंड 10 to 15 कुक्कू बुक करके इसके बिलिंग किए हैं। My इनका God. इतना स्पीड इतना अच्छा है, मतलब पैशनेटली मोदी केयर करते हैं। मोदी केयर को अच्छी तरह से उन्होंने समझा है। इनका भी स्टोरी कुछ थोड़ा ऐसा था कि कोरोना के वजह से सब शॉप्स बंद हो गए, काफी कुछ उलझने आ गई लाइफ में, तो ये सॉर्ट आउट करने के लिए इन्होंने ये प्लेटफॉर्म चूज किया और आज ऐसा उनका है कहना है कि सबसे मतलब हम एक अच्छे राह पे एक अच्छे मुकाम पे जा सकते हैं और हमारा सपना पूरा हो सकता है तो मोदी केयर से ही हो सकता है और शिल्पा मैम ने ये करके दिखाया है। तो आई इनवाइट शिल्पा मैम एंड शीतल सर के जो बहुत पैशनेटली फुल टाइम मोदी केयर करते हैं। शॉप भी उन्होंने क्लोज कर दिया है और फुल टाइम मोदी केयर का ही मोदी केयर ही करते हैं, मोदी केयर को ही जीते हैं, मोदी केयर को ही उठते हैं, मोदी केयर में ही रहते हैं। ऐसा बहुत अच्छा कपल है। प्लीज वेलकम शिल्पा मैम एंड वेरी कॉन्ग्रेचुलेट टू यू कि आप मिलेनियर क्लब में आपकी आज एंट्री हुई है। आई थिंक मैं आपको विश करना चाहूंगी आप भी जल्दी मेरा रिकॉर्ड तोड़े और जल्दी जीबीडी बने, क्योंकि जीबीडी बनने के बाद ही असली शुरुआत होती है। वेलकम मैम। थैंक यू मैम। गुड मोदी के मॉर्निंग सर। आवाज आ रही है? Yeah, आवाज आ रही है, no problem. You can continue. आवाज आ रही है ना सर? Yes, you गुड can मोदी के continue. मॉर्निंग सर। आज बोलने के लिए शब्द नहीं मिल रहे हैं, इतनी खुशी हो रही है कि सोनल मैडम ने जो सपना दिखाया था मुझे, उस सपने पे मैं पूरी उतरी हूँ और आज मिलेनियर क्लब, जिसका मैं सिर्फ ग्रुप पे चैटिंग देख रही थी कि मिलेनियर क्लब क्या होता है, कैसे होता है, लेकिन कभी मैं इसमें जाऊंगी ये सोचा था जाऊंगी तो सही, जल्दी जाऊंगी, पर इतने जल्दी जाऊंगी ये पता नहीं था। मैं थैंक्स करना चाहूंगी सोनल मैडम को और इंग्रेज सर को, जिन्होंने इस मुकाम पे आने के लिए मुझे बहुत हेल्प की है सर, बहुत हेल्प की है। और सर मैं आपके भी वीडियोस, सर के भी वीडियोस, सब जो हमको बताते हैं, जो टीम ग्लोबल में एक सिस्टम फॉलो की है, ऐसे मिलीनियर बहुत बनने वाले हैं सर, लेकिन इतने जल्दी मिलीनियर बने इसलिए बहुत खुशी हो रही है सर। आज मैं मेरा पहले प्रोफाइल बताना चाहूंगी सर। मैं औरंगाबाद से हूँ प्रॉपर। औरंगाबाद में मैं मेरे पापा मुझे हमेशा पढ़ाई करने के लिए बोलते थे और मैं करती भी थी। सब उनको बोलते थे कि क्यों तू तेरे बेटी पे इतना खर्च कर रहा है, बेटी तो तेरे पास रहेगी नहीं, तेरा क्या नाम रोशन करेगी। लेकिन मेरे पापा मुझे कहते थे, मैं मेरे पापा को कहती थी कि पापा मैं नाम तो रोशन करूंगी आपका, और मैं इसलिए बहुत पढ़ती थी सर। मैंने बीकॉम किया, एडवर्टाइजिंग में स्पेशलाइजेशन किया और मेरी कोपरगांव में प्रतिष्ठित व्यापारी, यानी मेरे जो हस्बैंड है वो कोपरगांव में एक प्रतिष्ठित व्यापारी के रूप में जाने जाते हैं, शीतल कुमार जी अजमेरे, इनसे मेरी शादी हुई। मन में सपने थे जो डूब चुके थे, ऐसा लग रहा था क्या करना चाहिए और क्या नहीं, सिर्फ दिन रात यही चलता था, सुबह क्या खाना बनाना है, शाम में क्या खाना बनाना है, लेकिन मन में वो खुशी नहीं थी कि किस तरीके से किस चीज को करना चाहिए। फिर उसी समय में कोरोना आया और कोरोना आने के बाद ये समझ आया कि बी प्लान लाइफ में होना चाहिए और मैं सर्चिंग कर रही थी। उसी समय में सोनल मैडम और इंग्रेज सर मेरे कोपरगांव में और मुझे अपॉर्चुनिटी शेयर की, और उसी समय में मेरा सर 13 साल का लड़का है स्वयं अजमेरे बोल के, उसने मेरे से ज्यादा उसको वो प्लान समझ में आया और सर उसने मुझे बोला मम्मी ज्वाइन तो करना है अपने को और रोकड़ा भी कमाना है। तो मैं बोली ठीक है बेटा, अपन इसको ज्वाइन तो कर ही रहे हैं तो देखते हैं कैसे करना है, लेकिन उसकी जिद थी मम्मी डीपी से ही काम करना है। इसलिए मेरे हस्बैंड ने और मैंने उसकी वो जिद पूरी की और सर मैंने फरवरी में डीपी से स्टार्ट किया। मेरा दिसंबर का ज्वाइनिंग है लेकिन जनवरी में मैंने डीपी से स्टार्ट किया। और सर जब लॉकडाउन का पीरियड था
मई मंथ में, तब मैंने एसईडी का टाइटल क्वालिफाई किया, एसईडी टाइटल अचीव किया, और सर लास्ट मंथ में मैं प्रेसिडेंशियल डायरेक्टर हुई। और इस सब में जो सोनल मैडम ने मुझे सिस्टम पढ़ाई, सिस्टम बताई, उससे मैं आगे बढ़ती गई। सोनल मैडम का और इंग्लिश सर का जो सपोर्ट है, उससे सिस्टम में मैं फॉलो करने की कोशिश कर रही हूँ और उसी सिस्टम को मैं पूरा करने की कोशिश कर रही हूँ। ये अपॉर्चुनिटी इतनी आसान नहीं है, ये अपॉर्चुनिटी इतनी बड़ी है सर। आज मैं आज लाख कमा रही हूँ, लेकिन ऐसा लग रहा है कि मैं 25 लाख कब कमाऊंगी, 20 लाख कब कमाऊंगी। और इसके सिस्टम में जाने के लिए सर मैं भी यही चाहती हूँ कि सबसे पहले मैं जीबीडीडी बनूं, और जीबीडीडी बन के पूरे कोपर गांव में हर घर मोदी केयर होना चाहिए। ये मेरा सपना है सर। इतिहास तो हर कोई रचता है सर, लेकिन ऐसा इतिहास रचना है कोपर गांव में हर कोई जब भी मोदी केयर का नाम ले तो उसके साथ शिल्पा अजमेरे का नाम फर्स्ट आए। और इस सिस्टम में सर सपोर्ट सिस्टम बहुत मेन रहती है। सोनल मैडम का सपोर्ट सिस्टम, इंग्लिश सर का सपोर्ट सिस्टम, उनका हर बात के लिए फॉलोअप, हर बात के लिए एक सिस्टम कि मैम आपको ये करना है, इस तरीके से करना है, इस तरीके से आपको इस चीज को फॉलो करना है। ये विश्वास मुझे हर जगह आगे ले जाता है। जो जीवन में मेरे थोड़ा सा ऐसा बुरा समय आया कि जिस समय में मैं मोदी केयर करूं या नहीं करूं ये सोचा भी, लेकिन उस समय में भी सोनल मैडम ने जो मुझे मोटिवेशन दिया, उन्होंने बताया कि नहीं इसमें पैसा है, उसके अकाउंट में तो आ रहा था, फिर मैं सोची मेरे भी तो अकाउंट में आएगा ही। उसी चीज को बिल्ड करते हुए सर मैंने देखा, और सर योगायोग बताती हूँ, प्रेसिडेंशियल डायरेक्टर मैं हुई, लेकिन मेरी प्रेसिडेंशियल डायरेक्टर की खुशी सोनल मैडम को हुई, जबकि वो जीबीडीडी उन्होंने अचीव किया था ग्लोबल ब्लैक डायमंड डायरेक्टर पद, लेकिन उन्होंने विश करने के लिए वो मुझे और मोनिका मैम को कोपरगांव आई सर। इतनी बड़ी खुशी, इतनी बड़ी खुशी और इतना बड़ा सम्मान, बहुत बहुत खुशी हुई सर कि मैं ऐसे टीम से बिलोंग करती हूँ जहां मेंटर, जो मेरे मेंटर है उनका हाथ ऐसे सर पे रहने के वजह से मेरा लाइफ एकदम एकदम सिस्टमेटिक चल रहा है सर। कोरोना से जो डिस्टर्बेंस था, जो कोरोना से मैं हिल गई थी, परिवार के लिए क्या करना है, कैसे करना है, हस्बैंड को कैसे सपोर्ट करना है सर, लेकिन इसमें सबने मोदी केयर ने एक अच्छा सपोर्ट किया सर। मेरे हस्बैंड इतना बड़ा स्टेशनरी और इतना बड़ा स्कूल सप्लाई करते हैं, लेकिन आज हम लोग दोनों साथ में पैशनेटली बिजनेस कर रहे हैं सर। वो हर जगह कहीं पे भी वो बात नहीं करेंगे किसी से, लेकिन मेरे पास खड़े रहेंगे, शिल्पा तू कर, मैं तेरे पीछे खड़ा हूं। और वैसे ही सर मेरा बेटा भी हर जगह, आज वो इतना खुश हो रहा था कि उसको आपसे बात करनी है, आपसे मिलना है सर। आपका नाम सुनते ही वो बहुत खुश हुआ, लेकिन कुछ उसका एग्जाम होने की वजह से वो यहाँ मेरे पास नहीं रुक सका। वो 9th में है सर अभी, लेकिन सर उसको भी आपके वीडियोस, जिशाद सर आपके वीडियोस, आपकी चीजें बहुत अच्छी लगती है सर। वो कंटिन्यू बोलता है मैं बनूंगा तो मम्मी जिशाद सर जैसा ही बनूंगा, ये उसके वर्ड्स है सर। मुझे बहुत खुशी हुई, और इतना यानी जो मैं Shilpa, please unmute your audio. Shilpa ji, please unmute your audio. Please unmute. Your voice is just, yeah, you can. Sir, thank you very much, sir. Okay. मैं इसके लिए आप सबका धन्यवाद करती हूँ, आपने मुझे यहाँ आने का दिया। सोनल मैडम और इंग्लिश सर आपका बहुत बहुत धन्यवाद। आपने अहमदनगर डिस्ट्रिक्ट में जो तहलका मचाया और उसमें तहलका मचाने में मुझे शामिल किया, इसलिए मैं खुद को बहुत प्राउड फील करती हूँ सर। थैंक यू वेरी मच। Thank you, Shilpa ji. Thank you very much. What a beautiful testimonial you have. We really so impressed. Within a short span of time, you really made a history. And of course, I think all the credit goes to your appliance. Sonal ji, big congratulations once again, because really you made millions. No doubt about it. No doubt about it. एक वर्ड बोलना चाहूंगी। Yes, please. सर मैं एयर प्यूरिफायर का जो काम कर रही हूँ, इसमें भी सपोर्ट मुझे सोनल मैडम ने ही किया। उन्होंने मुझे बताया कि तू ये कर सकती है। सर 4 दिन में 15 प्यूरिफायर तक करीब तो मैं सेल कर चुकी हूँ। अभी रिकॉर्ड है सर, 100 प्यूरिफायर सेल करना ही है मुझे।
My God, what a ये commitment मैंने you have. ये कमिटमेंट किया है सर। 100 मेरा एक सवाल है, सेल मेरा एक करूंगी। सवाल है, मेरा एक बोलिए सवाल है। सर। आपको कोई एक्सपीरियंस है ना सेल्स और मार्केटिंग में? यस सर। एक्सपीरियंस है? यस सर। ओह वेरी गुड, दैट्स ग्रेट, दैट्स ग्रेट। सर मैंने सेल्स प्रमोशन में डिप्लोमा भी किया है और ओके, एक्चुअल में मेरे हस्बैंड के साथ पूरा जो यूनिफॉर्म नोटबुक का जो सेक्शन है उसमें मार्केटिंग और सेल्स में ही देखती हूँ सर। ओके, ग्रेट। वो फाइनेंस देखते हैं, बाकी मैं कमिटमेंट बाकी मैं देखती हूँ सर। Great. Actually, this is a big message for many women entrepreneurs, because mostly women entrepreneurs doing like maybe a beautician, maybe dress materials का business, उस तरह business है ना. But लेकिन अभी आपकी achievement बहुत बड़ा message है, because network marketing is completely set for ladies. That is the message. Yes sir. Thank you very much sir. Thank you once again, and big congratulations. Within a short span of time, you really achieved a very good title and a big income also. Big congratulations. And once again, Sonalji, I wishing you a very big success in coming months. Hi friends. Yes, hi friends. നമ്മളുടെ മില്യനേഴ്സ് ലൈവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ടെസ്റ്റിമോണി നമ്മൾ കേട്ടു, രണ്ടും നല്ല ത്രില്ലിംഗ് ടെസ്റ്റിമോണിയൽസ് ആണ്. മോദി കെയർ എത്രമാത്രം നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നു, എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ഈ സമയത്ത് ഐ റിമെമ്പർ വൺ സ്റ്റേറ്റ്മെന്റ്, വൈൽ കൊറോണ ഷേക്സ് ഇന്ത്യ, മോദി കെയർ മേക്സ് ഇന്ത്യ. കാരണം നമ്മളിപ്പോ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ട കേട്ട ടെസ്റ്റിമോണിയൽസ് എല്ലാം നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. ആൻഡ് ഫ്രണ്ട്സ്, we have another brand new millionaire. So for inviting our brand new millionaire, I am introducing a dynamic couples. Actually, you know, when these people joined in Modi Care, the entire Maharashtra going to another what we call an era, and another I don't know how to express, because that much vibration happens within a short span of time, because he joined in Modi Care just 22 months back, and now Mr. Ganesh Ingle and Vasya Ingle both are created such a beautiful success stories across the state. They created so many car achievers, so many millionaires, and just 3 months back, they became global black diamond, and last month they created one more global diamond. What a fantastic story. What a spectacular achievement. And I can proudly say that they are the real kingmakers. So please, it's my honor and privilege to invite our real kingmaker, Ganesh Ingle and Vasya Ingle. Please welcome sir. Thank you so much sir. Thank you so much. बहुत अच्छा लग रहा है सर, आज इस प्लेटफॉर्म पे हम आ चुके। ऐसा सोचा भी नहीं था सर कि हम आपके साथ ऐसे बात कर सकते। जब मोदी केयर को ज्वाइन किया था सर 13 अक्टूबर 2019 को, तो उस वक्त मोदी केयर को हम ऐसे देख रहे थे कि 50,000 पर मंथ आया तो भी फाइन है। लेकिन जब आपका प्रोग्राम हुआ 15 फरवरी 2020 को, और बीच के जो 5 मंथ्स है उसमें आपको देखते थे सर कि कैसे आप इतने बढ़ चुके हैं, कैसे आप है, आपने कैसे किया है। और जब लाइव आपको देखा सर, तो उस टाइम में हमें विश्वास ऐसा बढ़ गया कि हम भी कर सकते हैं। क्योंकि मैंने उस टाइम आपको देखा तो ऐसा लगा, एक फील था सर, आपको भी एक सिर, 2 हाथ 2 पैर है और मुझे भी सेम है, आप कर सकते हैं। तब उस वक्त आपका चेक सर 16 लाख प्लस था, आज तो पूछे ही मत। लेकिन आपको अगर 16 लाख प्लस चेक आ सकता है, आपका भी करोड़ में बीवी हो सकता है, तो मेरा भी हो सकता है। एक छोटे से मोबाइल पे आपने दिखाया था सर उस टाइम फंक्शन में, तो विश्वास मिला, और उसी विश्वास के साथ बड़ा एक गोडाउन की जरूरत नहीं है, खाली मोबाइल में सब मैनेज हो सकता है। ऐसा एक बिजनेस है, ऐसी एक अपॉर्चुनिटी है, कंपनी कभी भी बंद नहीं हो सकती।
विजन क्लियर है ओनर का, और ये सब जो पोटेंशियल है वो उस टाइम में मिला सर, और उसी हिसाब से आगे बढ़ रहे। आप जो दिखा रहे उसी साइड में जा रहे हैं सर, क्योंकि हमें पता है आप जहाँ पे लेके जा रहे वहां पे ऑलरेडी आप पहुंच चुके हो, और आज तक आपने जो जो बातें बताई है सर, वो बातों की वजह से कुछ गलत नहीं हुआ सर, प्रॉफिट ही मिला है। और थैंक यू सो मच सर। Thank you, Ganesh ji, and all because of your dedication, your commitment, and your style of work. Because your style of work is really awesome. It's really, it's really inspiring. Because I still remember when I visited Pune, 2020 Feb. I still remember because you asked me a lot of questions, and we had a discussion, and that discussion was really beautiful. And after the discussion, and maybe after February, Corona came. Maybe that Corona really changed the game. Right, sir. Yes. And of course, you were, and of course, one more thing, the support of Varsha ji, and that was also awesome. Because every program and every meetings and a lot of I have seen so many photographs on the groups. You both are doing so many demonstrations and programs, and you traveling both, and you conducting so many events. So the level of commitment, the level of dedication you are expressed, it's outstanding, and that's why now you became one of the top achiever of the country also. And I hope very soon you will cross 10 lakhs, no doubt about it. Because within 20 months, if you crossed 5 lakhs, definitely crossing 10 lakhs, it's not a big deal. यस सर, थैंक यू वेरी मच सर। आपके गाइडेंस और आपकी एनर्जी लेकर चल रहे हैं सर। आपने जो हाईवे बनाया है उस पर सिर्फ चलना है, तो आपका आप जो बताते हैं वो फॉलो करके इस स्टेप तक पहुंचे सर। और आज बहुत प्राउडिंग मोमेंट है, गोल्डन डे है, जैसे कि सोनल मैम ने बताया, आपसे मिल रहे हैं और अपने साथ कुछ जीबीडी बन के एक जीबीडी, पीडी, पीआरडी और सीडीडी वो भी इसमें आज एंट्री हुई है उनकी। सो हैप्पी सर, थैंक यू वेरी मच सर। Okay. And this is the time you can invite your millionaire. Right, sir. Leaders, आज यहाँ पे क्राउन डायमंड डायरेक्टर मोदी केयर में एक ऐसा प्रेस्टिजियस टाइटल है जो अचीव करने के लिए क्या तकलीफ है ये हम दोनों भी जानते हैं। मुझे आज भी याद है 11 दिन तक वो राइस खा के 12-12, 1-1 बजे तक रात में जगना, सुबह 4 बजे उठ के फिर भागना। ऐसा टाइटल लेने के लिए जो तकलीफ है, वो टाइटल क्राउन डायमंड डायरेक्टर विथ लगभग 1,80,000 से ज्यादा बड़ा चेक शंतनु अड़ाव सर और रेवती अड़ाव मैम, इन दोनों ने ये अचीव किया है। एक ऐसे कपल है जिनका खुद का स्कूल है, 1.83 लाख रुपीज, बहुत बढ़िया चेक। उनका खुद का स्कूल है आनंद विद्यालय, जो उन्होंने स्टार्ट किया था 2012 में। एक ऐसे कपल है जो अपने बच्चों के सपनों के लिए जी रहे थे, लेकिन स्कूल में जो कोविड आया उसकी वजह से जो प्रॉब्लम्स क्रिएट हुई, जो रिस्पॉन्सिबिलिटी फैमिली की वो बढ़ गई। एग्रीकल्चर फैमिली से बिलोंग करते हैं शंतनु सर। रेवती मैम का एजुकेशन अगर आप बीएड है, और शंतनु सर का एजुकेशन वो सिविल इंजीनियर है। बहुत साइलेंट कपल है, बहुत टैलेंटेड कपल है। उनके बारे में एक बात कहना चाहूंगा, मैम जितने एग्रेसिव है उससे अपोजिट सर है। मैम जितनी सोच रखते हैं उसके आगे सर की भी सोच है। मतलब एक कॉम्बो पैक है, जिस कॉम्बो पैक की वजह से आज ये सीडीडी टाइटल उन्होंने इजीली अचीव किया है। मैं उनसे हर बार कहता हूँ, सर आपको भी पता नहीं आपने क्या हिस्ट्री क्रिएट की है। 12 मंथ में जब जर्नी स्टार्ट की थी तब उनको मोदी केयर का रियली पोटेंशियल मालूम नहीं था, लेकिन जब उनको ये एक अलग माहौल मिला, उस माहौल में उन्होंने जब स्टार्ट किया तो वो आज हमारे सामने एक आइडियल कपल बन के खड़े हो चुके हैं और टीम को बहुत अच्छे से हैंडल भी कर रहे हैं। उनके साथ उनकी बेटी है सर, बड़ी बेटी रितिका, वो उनको बहुत बढ़िया तरीके से सपोर्ट भी करती है। वो भी पूरे फैमिली के साथ इन्वॉल्व लेकर बिजनेस को आगे बढ़ा रहे हैं। अभी स्कूल का अगर देखेंगे सर तो बहुत ही रिस्क, हरेसमेंट, ये सब ऑलरेडी कर रहे थे, लेकिन मोदी केयर एंजॉय करके आगे बढ़ रहे हैं। तो मैं क्लैप करके आप सबको
उन दोनों को इनवाइट करने के लिए बोल रहा हूँ सर। हेल्प मी वेलकम शंतनु सर एंड रेवती मैम, ब्रांड न्यू क्राउन डायमंड Congratulations. डायरेक्टर। Good Mudike morning, sir. Good morning. Big congratulations. Thank you, sir. आज सच में बहुत ही बड़ी मतलब पता नहीं सर, बोल नहीं पा रही हूँ। एक्चुअली प्लान डेमो के लिए एक गेस्ट के घर पे आई हूँ और वही बैठ के यहाँ पे आपको मीटिंग में बैठी हूँ सर। तो आज इतना बड़ा दिन है सर कि इससे पहले तो हम ना कभी मिले हैं और ना ही कभी बात हुई है, इसलिए आप तक हमारा नाम भी नहीं पहुंचा होगा कि कौन है रेवती आड़ा और कौन है शंतनु सर। तो जैसे अभी सर ने बोला, साइलेंट कपल है मगर एग्रेसिव भी है और बहुत सारी चीजें ऐसी सर की सच्ची में बहुत खुशी हो रही है सर। क्या बोलूं ये पता नहीं चल रहा है, पर अच्छा लग रहा है सर आपसे मिलके। तो पहले सर बात करेंगे, फिर मैं बात करती हूँ सर। थैंक यू सो मच। और इन सारी चीजों की जिम्मेदारी या फिर मैं ये कहूंगी ये मेरे सीडीडी बनने का बोझ है, जो मेरे बड़े भैया मतलब इंग्लिश सर, जिन्हें मैं अपने भाई भी मानती हूँ और गुरु भी मानती हूँ। थैंक यू सो मच इंग्लिश सर, इंग्लिश मैम और हमारी पूरी टीम ग्लोबल इंडिया, इनको मैं थैंक यू कहना चाहूंगी कि इन लोगों की वजह से आज जो भी है वो इन लोगों की वजह से। थैंक यू सो मच सर। गुड मॉर्निंग टीम। सर मैं शंतनु आड़ाव सिविल इंजीनियर हूँ। मैम का स्कूल है आनंद विद्या मंदिर। मेरी एग्रीकल्चर खेती वो भी करता हूँ और बैकएंड को स्कूल का पूरा काम देखता हूँ। फाइनेंस और गवर्नमेंट का ऑफिशियल जो भी वर्क होता है वो सब मेरी तरफ रहता है। मैडम एकेडमिक और बाकी फ्रंट ऑफिस वगैरह देखती है। इस तरीके से हम ट्रेडिशनल स्कूल चला रहे थे 2012 से लॉकडाउन तक। बहुत अच्छी स्ट्रेंथ है, 500 प्लस स्टूडेंट है, गुड क्वालिटी दे रहे। विलेज में रूरल एरिया में स्कूल है और तालुका प्लेस पे से सिटी से बच्चे रूरल एरिया में ला रहे। मतलब गंगा उल्टी बह रही है, इतना क्वालिटी वर्क कर रहे थे। फिर भी लॉकडाउन में जो एक्सपेक्टेड था स्कूल फीस जमा होना वगैरह वगैरह चीजें सब वो नहीं हुई। तब जाके समझ में आया कि असलियत में क्या काम कर रहे हैं हम। तब रियलाइज हुआ कि नहीं, कुछ ऐसा काम चाहिए जो हम दोनों कर सकते हैं और पैसा कमा सकते हैं। क्वालिटी वर्क तो करना ही है और प्लस किसी को कुछ हार्ड भी नहीं होना चाहिए, मतलब नुकसान भी नहीं होना चाहिए। तो ये सब चीजें जब इंग्लिश सर ने शेयर की लास्ट सितंबर मंथ में, तो 28 सितंबर को ज्वाइन हुआ और 30th सितंबर को डीपी से स्टार्ट किया हमने बिजनेस और लास्ट मंथ में सीडीडी किया। तो लास्ट मंथ हमारा एससीडी का क्वालिफिकेशन का 3rd मंथ था, तो दोनों साथ साथ हो चुके हुआ। तो इसके लिए सब प्लानिंग वगैरह चीजें थे मेरे दोस्त और मेंटर इंग्लिश सर, और हमने सब फॉलो किया। जीशाद सर जो गाइडलाइन दे रहे थे इंग्लिश सर को, डायरेक्टली तो हमें नहीं बात हुई आज तक सर के साथ, लेकिन इंग्लिश सर हमें कन्वे कर रहे थे, प्रॉपर टीम को सब दे रहे हैं, इसीलिए सब आज ये सब अचीवमेंट उनके टीम में हो रही है। तो मैं तो यही कहूंगा कि बाकी सब छोड़ो, अभी मोदी केयर से मतलब बढ़िया कुछ भी नहीं है। आज जो भी करना है मोदी केयर के साथ करो। तो मेरी हमने इसको स्कूल के साथ भी कनेक्ट किया सर। स्पेशली मेंशन करना है मुझे कि आज कुछ ऐसा देना चाहिए, मतलब जो हम घर खर्च कर रहे हैं डे टू डे लाइफ के लिए, तो उसका यूज करके हम बच्चे पढ़ा सकते हैं। तो इसको हमने मोदी केयर को स्कूल के साथ कनेक्ट किए और वो जो कंसेप्ट है उसके साथ हमारे पास अभी नियर अबाउट 51 लोग जुड़ गए कि जो अपने घर खर्च के साथ, मतलब वो जो कर रहे हैं, खरीदी कर रहे हैं, तो उसी पैसे में बच्चे भी पढ़ा रहे हैं। तो ये कंसेप्ट हमने इंट्रोड्यूस किया स्कूल के साथ मोदी केयर लिए। यही
यही तरीके से हमें और भी जगह कनेक्ट करना है मोदी केयर, कि जो हम खर्चा कर रहे हैं उसी खर्चे में और भी बेनिफिट कैसे ले सकते हैं विथ मोदी केयर। Thank you, sir. Thank you very much. You finished it? You finished it? You want to say something? Yes, sir. Okay. Revati ma'am, you want to say something? थैंक यू सो मच सर, वंस अगेन इतना बढ़िया प्यार आप लोगों से मिल रहा है उसके लिए बहुत बहुत शुक्रिया। मगर इन सारी चीजों की जिम्मेदारी और क्रेडिट में देना चाहूंगी मेरी बेटी और मेरे मिस्टर को, क्योंकि इन दोनों की वजह से कैलकुलेशन पार्ट में इतना ध्यान नहीं देती हूँ सर, सिर्फ लोगों से बात करने में ज्यादा यकीन रखती हूँ। तो प्लान डेमो का काम मेरी तरफ आ जाता है, कैलकुलेशन का पार्ट मेरे हस्बैंड और मेरी बेटी की तरफ आ जाता है। लास्ट मंथ मुझे सिर्फ प्रेसिडेंशियल डायरेक्टर बनना था, मगर बेटी ने बताया 7 लेग अगर हम कर रहे हैं तो 8 लेग हम बना करते हैं मम्मा, थोड़ा सा प्लानिंग के साथ चलते हैं तो हम सीडीडी भी हिट कर सकते हैं। बस उसने बोला तो सर और वो दोनों तो एग्री थे, इंग्लिश सर से मिले, इंग्लिश सर ने थोड़ा सा गाइडलाइन दिया, हाँ हम कर सकते हैं, क्योंकि 25 को हमारा पूरा बिलिंग हो चुका था सर, 5 दिन बाकी थे, तो कुछ तो भी ऐसा करना है जिससे कि कम से कम हम लोग और लोगों तक भी पहुंच सकते। तो उसी 5 दिन में हम जितना हो सके सर उतने प्लान डेमो के साथ आगे बढ़े और 2 डीपी फाइनल करके हमने हमारा जो भी सीडीडी का टाइटल था वो ले लिया सर। Great, great, great. Thank you, Revati ma'am and Shantanu sir. I'm wishing you a big success. Wishing you more azadi, and definitely I think your success inspired many people, especially those who coming from educational background. So we feel so happy, we feel so impressed about your achievement within a year. I think below 1 year you have achieved a beautiful title with a beautiful income. So big congratulations once again, and of course your uplines, Ganesh ji and Varsha ji, you both are really awesome. I think all leadership people really create a big momentum across Maharashtra. And friends, I would like to congratulate few people here. All these success because of few uplines. All this success happens because of few uplines. So I would like to congratulate our Global Black Diamond Director, Mr. Devdas, then Mr. Kample, Mr. Bapu Kolekar, and Ramdas Gadi. I think all these powerful leadership, they really helped, they really support this group very well. And I think fortunately today we have Ramdas Gadi. So I would like to invite Ramdas Gadi sir, just say about few words. Gadi sir. Gadi sir. Sir ji, good Mudikar morning, sir. Good Mudikar morning. Please switch on your video. Sir, 1 minute, sir. Okay. एक मिनट के बाद सर। Yeah, no problem. हाँ, yes sir, 1 मिनट में बात करता हूँ। Thank you. Are you comfortable? Are you comfortable? गादी सर बोलिए। आवाज नहीं आ रही है, बोलिए। आवाज अभी ओके। सर जी, थैंक यू सो मच सर। बहुत अच्छा बिजनेस चल रहा है सर यहाँ महाराष्ट्र में, और ये सब आपका प्लानिंग है सर। और हमारे टीम में सर अभी इंग्लिश सर, देवीदास काले सर, सोनल लोढ़ा मैडम अभी जो अचीवर बने सर, बहुत कम समय में
इन्होंने अचीवमेंट किया सर, और हमें सबका सपोर्ट मिलता है सर। हमारे लीडर कोलेकर सर, कारंडे सर, भिलारी सर, डीडी कामले सर, देवदासन सर, और आप सभी का मैं सभी इनका दिल से थैंक यू करना चाहता हूँ सर। अभी लास्ट मंथ सर हमारी टीम का 75 लाख बिजनेस वॉल्यूम गया सर। इस महीने में 1 CR का प्लानिंग चालू है सर। 1 CR बिजनेस वॉल्यूम का प्लानिंग है सर। गादी जी, मीटिंग महाराष्ट्र में आपका दिल से इंतजार कर रहे हैं सर। बहुत अच्छा बिजनेस है सर। आपको मिलने के बाद हम सबकी जिंदगी बदल गई सर। थैंक यू सर, थैंक यू। और सभी टीम को भी मैं थैंक यू बोलना चाहता हूँ सर। और आपको भी जिशा सर, बहुत दिन हुआ सर हम मिले। दिल से याद करते हैं सर। हम सब लीडर महाराष्ट्र टीम ग्लोबल महाराष्ट्र आपको दिल से याद करती है सर। वेलकम सर महाराष्ट्र। और बहुत अच्छा सर, बहुत अच्छा चल रहा है सर हम सभी का। थैंक यू सर, थैंक यू सर, थैंक यू सो मच सर। Thank you, Gadi ji. Thank you, Gadi ji, for this love, for this affection, for this support, for these prayers, everything. And definitely, मैं भी कोशिश कर रहा हूँ आपको मिलने के लिए और सब टीम को मिलने के लिए मैं भी कोशिश कर रहा हूँ. And definitely, maybe within next couple of months, I have a plan to visit Maharashtra. Then we can meet very soon. And big congratulations, Gadi ji, because you have created such a beautiful team across Maharashtra. Now people are achieving 1 lakh within few months. And people are achieving global black diamond title within a year, and it shows the momentum of our industry. It shows the momentum of Modi Care Team Global, no doubt about it. Friends, appo nammude Hindi North team inde Maharashtra team inde oru valiya oru testimonial aanu nammal kandathu. So please give a big round of applause to all brand new millionaires for this beautiful achievement. And thank you sir. We will back to our brand new millionaire from Kerala. നമുക്ക് ഇന്നൊരു ബ്രാൻഡ് ന്യൂ മില്യനെയർ കേരളത്തിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് മന്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ആ മില്യനെയറെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. ഹീസ് എ വെരി വെരി പവർഫുൾ സ്പീക്കർ, പവർഫുൾ കോച്ച്. ഹീസ് എ വെരി ഗുഡ് മെന്റർ. അദ്ദേഹം ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ വലിയ രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ഹിസ് മോദി കെയർ ജേർണി ഫ്യൂ ഇയേഴ്സ് ബാക്ക്. And now he's producing more than 1 crore turnover every month. And he created so many achievers. And he's the proud owner of a Mercedes-Benz. And let me invite with very honor and privilege Mr. Vinod, our Global Black Diamond Director. Vinod ji, over to you, Vinod ji, please. നമസ്കാരം. വളരെ സന്തോഷം. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞൊരു 6.5 വർഷം മുമ്പ് ഞാൻ ജിഷാദിനെ വിളിച്ച് ഞാൻ മോദി കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ജിഷാദ് വരണം, കാണണം, നമുക്ക് തുടങ്ങാം, ഇതല്ലേ പ്ലാൻ, ഇതല്ലേ BV/PV റേഷ്യോ, ഇതല്ലേ റുപ്പി-BV റേഷ്യോ എന്നൊക്കെ ഏതാണ്ട് ഒരു 30 സെക്കൻഡിനുള്ളിൽ ഞാൻ ചോദിച്ചു. ജിഷാദ് വളരെ സന്തോഷത്തോടുകൂടി അതെ അതെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ, 62% പേ ഔട്ട്, അതെ 2 രൂപയ്ക്ക് ഒരു BV ഇട്ടല്ലേ പോവുക, നമുക്കെന്നാ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ഇന്നിവിടെ വന്ന് എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സത്യത്തിൽ എനിക്ക് കണ്ണിലൊക്കെ ശരിക്കും പറഞ്ഞ വെള്ളം നിറഞ്ഞു. നേരത്തെ ജിഷാദ് എത്ര ആളുകളെ നേരിട്ടല്ലെങ്കിൽ പോലും പറഞ്ഞ ഇൻഡയറക്റ്റ് ആയിട്ട് സ്പർശിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. ഈ കുഡ് ടച്ച് സോ മെനി പീപ്പിൾ. ഇങ്ങനെ ഒരാൾ ഇറങ്ങി തിരിച്ചത് കൊണ്ട് എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് പ്രൊഫഷണൽസ് കടന്നു വരുന്ന സമയമാണ്. ജിഷാദിനെ അറിയുമെന്ന് അറിയില്ല. ഐ ജസ്റ്റ് ടേക്ക് 1 more minute. 2 ആഴ്ച മുമ്പ് ഐ റിസീവ്ഡ് എ കോൾ ഫ്രം പ്രിൻസിപ്പൽ ഓഫ് ശൂലിനി യൂണിവേഴ്സിറ്റി ടു ടോക്ക് ടു ദ ന്യൂ പീപ്പിൾ who have joined for the first batch of direct selling in India. ശരിക്കും ഞാനും ജിഷാദൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു പക്ഷെ നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ, we were dreaming of such a thing. ഒരു കരിയർ ആയിട്ട് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ആ കരിയർ ആയിട്ട് ആളുകൾ എടുക്കുക. There were 27 children, 27 people, and there was a guy from IIT.
IIT കഴിഞ്ഞിട്ട് അയാൾ ജോലിക്ക് പോകുന്നതിന് പകരം ഈ ഒരു കോഴ്സ് കൂടി കഴിഞ്ഞിട്ട് മതി ഒരു ജോലിക്ക് പോകുന്നത് തീരുമാനിക്കണമെങ്കിൽ you can imagine the kind of revolution network marketing or direct selling is creating across India. And thanks to Corona, കാരണം കൊറോണ ഉള്ളതുകൊണ്ടാണ് I got an opportunity to talk to them from Kerala. Himachal Pradesh is way beyond, നിങ്ങൾക്കറിയാം, സിംലയിലാണ് യൂണിവേഴ്സിറ്റി. And he called me, and so many people are going to talk to them, and they the people already they are into many network marketing companies, and അതിന്റെ ഒപ്പം തന്നെ they are doing PG diploma in direct selling in the academic side also. So ഇവരൊക്കെയാണ് നാളെ ലീഡ് ചെയ്യാൻ പോകുന്നത്. These people are going to rule. Disha, we should take a back seat. Absolutely. Already Buddha ho gaya. So now, right now the opportunity is to introduce my mentor. Actually, though he is my downline, എല്ലാ തരത്തിലും എന്റെ മെന്റർ ആയിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തലാണ് ഇന്ന് എന്റെ ചുമതല. ഇന്നത്തെ എന്റെ ദൗത്യം ഏറ്റവും മനോഹരമായിട്ടുള്ള, എന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ, മോദി കെയറിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് നിസ്സംശയം പറയാം. കാരണം ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ്. ശരിയായ രീതിയിലുള്ള ഒരു റിയൽ ആയിട്ട് ആളുകളെ ബിൽഡ് ചെയ്യേണ്ട നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നും, ഹോം മീറ്റിംഗ് എന്താണെന്നും, എങ്ങനെ ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാമെന്നും, എങ്ങനെയാണ് ഒരു റെഗുലർ റെസിഡൻഷ്യൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ശരിക്കും പഠിച്ചത് ഇദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളിൽ വന്നതിന് ശേഷമാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇടയ്ക്ക് സ്ലഗ്ഗിഷ് ആയ ഒരു പീരീഡ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആ സമയത്ത് പിടിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് മറ്റു ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒരു ഇടയ്ക്ക് ഒരു, കാരണം മോണിറ്ററി സൈഡ് നമുക്ക് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. വി വർ ജസ്റ്റ് വർക്കിംഗ്. At that point of time, a villager, an auto rickshaw driver, an 8th standard person is achieving a diamond consistently in a company like Amway. That is Abraham Varghese. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓട്ടോ റിക്ഷക്കാരൻ 8ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള ഒരാള് ആംവേ പോലെ ടഫസ്റ്റ് ഓഫ് ദ ടഫസ്റ്റ് പ്ലാനില് അന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഡയമണ്ട് അച്ചീവ് ചെയ്തിട്ട് കാലടിയിലെ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഒരു ബൈക്കിൽ നനഞ്ഞു കുതിർന്ന് കിടുകിടാന്ന് വിറച്ച് ഞാൻ ഇങ്ങനെ പോയി അതിന്റെ പുറകിൽ ഇരുന്നിങ്ങനെ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്നത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഗർജിക്കുന്ന സിംഹങ്ങളിൽ ഒരാളായിരുന്നു അബ്രഹാം വർഗീസ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അദ്ദേഹത്തിന്റെ പ്രസൻസും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും എന്നെ പിന്നെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, അതായത് ഈവൻ വിത്തൗട്ട് മേക്കിംഗ് എനി മണി, ബട്ട് ഐ വാസ് സോ ഫാസിനേറ്റഡ് ആൻഡ് എക്സൈറ്റഡ് ടു വർക്ക് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് for other reasons than making money. And that was my guru, my mentor, my partner, Abraham Varghese. Adham, we were very fortunate to have him in our team. But he was quite busy. It was not like earlier times. He was quite busy with what he was doing. ഒരു കാലത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ സമ്പത്ത് കൺവെൻഷണൽ ബിസിനസ്സുകളിലേക്ക് കൊണ്ടുവരികയും, അപ്പൊ നമ്മൾ കപ്പൽ മുതലാളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബോട്ട് മുതലാളിയൊക്കെയാണ് അദ്ദേഹം. He is owning a boat. He has got traditional business. He was very busy in his all activities. But because of our love, affection, he agreed to join with Modi Care, and he was completely into only consuming the products for few years. And last year he started recognizing that okay, this is the time to do something, and he started blasting. And rest is history. And it is my proud privilege to invite my mentor, my teacher, my guru, Abraham Varghese, to the platform. Thank you. Okay, sir. നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ അത്രയും പ്രശംസ ആഗ്രഹിച്ചിരുന്നില്ല സത്യത്തിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ജസ്റ്റ് big congratulations, and you deserved a lot. Thank you sir. Thank you. Because you are one of the very rare leadership, very rare leader. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണക്കാരിൽ ഒരാളാണ് സാർ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സാർ അത് അർഹിക്കുന്നുണ്ട് 100%. താങ്ക് യു സർ. താങ്ക് യു. ജസ്റ്റ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന മില്യനറുടെ മുന്നിലാണ്. അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ സാധാരണ സംസാരിക്കാറുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മുന്നിലാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് എന്റെ എക്സ്പീരിയൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രചോദനമാകാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാണ്. ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി.
രണ്ടാമത് എൻ്റെ ലീഡേഴ്സ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഏത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസോട് തന്നെയാണ് ഏത് ബിസിനസ്സും ചെയ്യും. ഇപ്പൊ ഞാൻ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് ബോട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് അറിവുള്ള വ്യക്തിയുടെ ഗൈഡൻസോട് തന്നെയാണ് മുന്നോട്ട് പോകാറ്. അതുകൊണ്ട് എനിക്ക് ഓവർ ഫാൾട്ട് പറ്റാറില്ല, അബദ്ധങ്ങൾ പറ്റാറില്ല. കാരണം അവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അവരുടെ അടുത്തുനിന്ന് മാക്സിമം വാങ്ങിച്ചെടുത്ത് ഞാൻ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി. രണ്ട് എൻ്റെ ഗുരുബുധക്കന്മാരായിട്ടുള്ള എൻ്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ജോയ് ചേട്ടൻ, വിനോദ് നമ്പൂരി സാറ്, ജിഷ പക്ക സാറ്, ദിനേശ് സാറ്, അവരോട് എല്ലാവരോടും ഒത്തിരി കടപ്പെട്ടിരിക്കണം. ഒത്തിരി താങ്ക് യു വെരി മച്ച്. എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഒരു പക്ഷേ ഏകദേശം 39 വയസ്സിൽ ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആദ്യമായിട്ടൊരു അദ്ദേഹം പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്ലാനാണ് കേട്ടത്. ഞാൻ കേട്ടതല്ല, എന്നെ നിർബന്ധിച്ച ആളെ തികയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇരുത്തിയതാണ്. കാരണം അന്നത്തെ എൻ്റെ ഡ്രസ് എന്ന് പറഞ്ഞ ഒരു കള്ളിമുണ്ടും കാക്കി ഷർട്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ കേട്ടു 3 പേര് എക്സ്പീരിയൻസ് കേട്ടു, അവരൊക്കെ ഹൈ പ്രൊഫഷണലാണ്, അവിടെ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമ്മൾ സാധാരണ ഒരു കള്ളിമുണ്ടും കാക്കി ഷർട്ടും വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് എൻ്റെതായ ശൈലിയിൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ നാഷണൽ പെർമിറ്റ് സേലത്ത് വെച്ച് ഇടിച്ചിട്ട് ഞാൻ ഒരു ടെമ്പോ ഓടിക്കാണ് ടെമ്പററി ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്ലാൻ കേട്ടത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, എൻ്റെ പേരൻസിന് ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഈ ബിസിനസ് എനിക്ക് ഒരിക്കലും പറ്റിയതല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്ലാൻ എടുത്ത ലീഡർ എന്നോട് പറഞ്ഞു, തനിക്കത് സാധിക്കും, ഇത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന്. ഇത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും, നിങ്ങളുടെ മനസ്സ് റെഡി ആയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് റെഡിയായി, പക്ഷെ എൻ്റെ വീട്ടുകാരുടെ മനസ്സ് റെഡി ആയില്ല. എൻ്റെ വീട്ടുകാർ നഖശികാന്ത എതിർത്തു. പക്ഷെ എനിക്ക് നല്ലൊരു ലീഡർ അതിൽ കിട്ടി. ആ ലീഡറുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഇന്നും ഇതിനകത്ത് എൻ്റെ ലീഡേഴ്സിനെ ഞാൻ 100% ഞാൻ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അന്നും ആ ലീഡേഴ്സിനെ വിശ്വസിച്ചു, അവർ പറഞ്ഞ് ഞാൻ അനുസരിച്ചു. കാരണം ഞാൻ ബ്ലാങ്ക് ആണ്, ഞാൻ ക്വാളിഫൈഡ് ഇല്ല, ഞാൻ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഒരു എന്താ പറയാ രണ്ടാളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് 2 മിനിറ്റ് സംസാരിക്കാനുള്ള കഴിവില്ലാത്തൊരു വ്യക്തി. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലീഡേഴ്സിനെ മുറുക്കി പിടിച്ചു. ലീഡേഴ്സ് എന്താണോ പറയുന്നത്, വിജയിച്ച ലീഡേഴ്സ് എന്താണോ പറയുന്നത്, അതനുസരിച്ചു. ആ ബിസിനസ്സിനകത്തേക്ക് കടന്നു വന്നു. 4 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് 30,000 രൂപ കിട്ടുമെന്ന് ലീഡേഴ്സ് പറഞ്ഞെങ്കിലും 4 മാസം കൊണ്ട് 32,747 ഇൻകം വാങ്ങിച്ച ആളാണ് ഞാൻ. ഇന്നും അത് എൻ്റെ കണക്കിരിപ്പുണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല, എന്നെ ഒത്തിരി പേര് കളിയാക്കി, ഒത്തിരി പേര് നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ബിസിനസ്സിനകത്ത് എൻ്റെ വണ്ടിപ്പണി ചെയ്തുകൊണ്ട്, ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ബിസിനസ് ചെയ്തത്. അതിൽ കൂടി 32,747 കിട്ടിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു SS-ന്റെ ബൈക്ക് വാങ്ങിച്ചു. അവിടുന്ന് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരു വർഷം 86 lakhs ഇൻകം വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇൻകം ടാക്സ് കൊടുത്തിട്ടുള്ള, എനിക്കിപ്പോൾ ആര് റെക്കോർഡ് ചെയ്താലും റെക്കോർഡ് ചെയ്തില്ല, എനിക്ക് വിഷയമില്ല. കാരണം 86 ലക്ഷം രൂപയുടെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് കൊടുത്തു മാത്രമല്ല, എന്നെ ഒത്തിരി പേര് അന്ന് കളിയാക്കിയ ആളുകളെല്ലാം, അവരൊക്കെ എൻ്റെ നാട്ടിൽ ഉൾപ്രദേശമായതുകൊണ്ട് എല്ലാവരും കളിയാക്കും. ഓ, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ, നിനക്ക് വട്ടാണ്, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, നീ വണ്ടിപ്പണി ചെയ്ത് ജീവിച്ചോടെ. പക്ഷെ അവരുടെ മുന്നിലൊക്കെ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, വേറൊരു ലൈഫിലേക്ക് മാറി. കാരണം ഒരു 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലാംബി സ്കൂട്ടർ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ ഇല്ലാതിരുന്ന എൻ്റെ വീട്ടില് 3 കാറ് വാങ്ങിച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തി. 3 കാർ എൻ്റെ വീട്ടിൽ ആ സമയത്തുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എനിക്ക് വളരാൻ സാധിച്ചു. അതിലുപരി 26 രാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പഠിപ്പിക്കാൻ, മനസ്സിലാക്കാൻ 50, 60, 70 വർഷത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കം 26 രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ സാധിച്ചു, എനിക്ക് എൻ്റെ വൈഫിനും. അതും 5 സ്റ്റാർ ഫെസിലിറ്റി, 7 സ്റ്റാർ സൂപ്പർ ഡീലിൽ സ്കോട്ട്ലൻഡിലാണ് താമസിച്ചത്. അതും ബിസിനസ് ക്ലാസ് ടിക്കറ്റിലാണ് പോയത്. അപ്പൊ എൻ്റെ ലൈഫിൽ തന്നെ ടോട്ടലി എനിക്കൊരു മാറ്റം വരുത്താൻ സാധിച്ചു. അതിനുശേഷം ചില സാങ്കേതിക കാരണങ്ങൾ, അതിനിടയ്ക്ക് ചലഞ്ചസുകൾ ഇഷ്ടം പോലെ ഉണ്ടായി. ഒരു പക്ഷെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് കയറിപ്പോകും എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. എനിക്ക് 100 ചലഞ്ചസുകൾ വന്നു. ആ സമയത്തൊക്കെ എൻ്റെ ലീഡേഴ്സ് മുറുക്കി പറഞ്ഞു, ചലഞ്ചസുകൾ ഉണ്ടെങ്കിൽ അതിനെ മനസ്സുകൊണ്ട് അത് ഗ്രാബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ ഗ്രോ ചെയ്തിരിക്കുന്നുള്ളൂ. എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒത്തിരി പേര് ഇപ്പൊ കോടീശ്വരനാവാൻ വേണ്ടി പോയി, ഇപ്പൊ തന്നെ കോടീശ്വരനെ കാണിച്ചു തരാമെന്ന് ചലഞ്ച് ചെയ്തുകൊണ്ട് പോയി. അവരൊക്കെ ഞാൻ 10 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ നല്ലൊരു വീടും നല്ല ഫെസിലിറ്റി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അവരുടെ വീട് വിറ്റ അവസ്ഥകൾ എനിക്ക് അറിയാവുന്നതുണ്ട്, പറമ്പുകൾ വിറ്റ അവസ്ഥകൾ എനിക്ക് അറിയാവുന്നതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ,
ഇഷ്ടം പോലെ ആളുകൾ ഇപ്പൊ കോടീശ്വരനാവാം എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാതെ അതിനകത്ത് മുറുകി പിടിച്ച് നിന്നുകൊണ്ടാണ്. വിനോദ് നമ്പൂരി സാർ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. എന്റെ പല ഫംഗ്ഷൻസിലും എന്റെ റെസിഡൻസ് പ്രോഗ്രാമിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ, ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഈ ബിസിനസ് മോദി കെയർ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഈ ബിസിനസ്സിലേക്ക് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിച്ചു ഏത് ടീമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോയ് ചേട്ടൻ എന്നോട് പറഞ്ഞത്, ജോയ് ചേട്ടൻ ഷീജ എന്നോട് പറഞ്ഞത്, വിനോദ് നമ്പൂരി സാറ്, ജിഷ ബക്കർ സാറ്, ദിനേശ് നാരായൺ സാറ്, ഫിലിപ്പിൻ സാറ്, ഇന്ന് ഫിലിപ്പിൻ സാറിന്റെ സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്ത സുരേഖ ഭാർഗവ സാർ. അപ്പൊ നല്ലൊരു ടീമാണ്. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ടീമിന്റെ കൂടെ നിന്നാൽ മാത്രമേ ബിൽഡ് ചെയ്യൂ. അത് വ്യക്തമായിട്ട് ഇന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് ജിഷ ബക്കർ സാറും ദിനേശ് നാരായൺ സാറും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ ടീമിൽ നിന്നാൽ ഏതെങ്കിലും കാലത്ത് എനിക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഇതിൽ കൂടി ഉയരാൻ സാധിക്കുമെന്ന് ഞാൻ ഒരു മനസ്സുകൊണ്ട് അറിയാമായിരുന്നു. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വലിപ്പം എത്രമാത്രം ഉണ്ടെന്ന് 26 രാജ്യത്ത് പോയി മനസ്സിലാക്കാനുള്ള ദൈവം അനുഗ്രഹം എനിക്ക് തന്നതുകൊണ്ട് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മറക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യാൻ വൈകിയതിന്റെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 3-4 ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ കയ്യിലുള്ളതും ബാങ്കിൽ നിന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി വാങ്ങിച്ചിട്ട് എന്റെ അതുവരെ കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ കൂട്ടിയിട്ട മാതിരിയായി. ട്രഡീഷണൽ ബിസിനസ് നമുക്കറിയാം, കാരണം അതിലേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും കയറി പോരാൻ സാധിക്കില്ല. ഇന്നും ഞാൻ അതിനകത്ത് നല്ല റിസ്ക് എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ ഇൻകത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല, ഒന്ന് ഈ ലീഡർഷിപ്പ്, ടീം ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ, ഇതുപോലുള്ള ലീഡേഴ്സ് ഇവരുടെ കൂടെ വന്നു എന്നുള്ള ഒരു കാരണം. 2, ഇവരെന്ത് പറയുന്നോ അത് ഉൾക്കൊള്ളാനും മനസ്സ് കൊടുക്കുന്ന ഒരു കാരണം. 3ാമത്, ഈ ബിസിനസ്സിൽ എനിക്ക് സീരിയസ് ആയിട്ട് ചെയ്യാൻ സമയമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കൊറോണ എന്ന് പറയുന്ന ഒരു മഹാരോഗം ലോകമെമ്പാടും വന്നു. ഈ സമയത്ത് 2 മാസം എന്റെ ഷോപ്പുകളെല്ലാം അടച്ച് ഞാൻ വീടിനകത്തിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലീഡർ വിനോദ് നമ്പൂരി സാർ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് സൂം മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലേ? സാർ, എനിക്ക് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അറിയില്ല, എനിക്ക് സൂം ഓൺ ചെയ്യാൻ അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ല. കാര്യം ഞാൻ ബിസിനസ്സിൽ ഹൈ പൊസിഷൻ എത്തിയെങ്കിൽ ഞാൻ എപ്പോഴും ഏകദേശം ആ ബിസിനസ്സിൽ 1 ലക്ഷം രൂപ ഇൻകം കിട്ടിയപ്പോൾ മുതൽ ഞാൻ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ നിർത്തിയിരുന്നു. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അദ്ദേഹം ഫോണിക്കിടെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു, ഞാൻ ചെയ്തു, അത് ഓക്കെ. പിന്നെ മുതൽ എല്ലാ മീറ്റിങ്ങുകളും ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ബിസിനസ് ശരിക്കും സീരിയസ് ആക്കി. കാരണം എനിക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് ഇനി വരാൻ പോകുന്ന ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റുള്ള എല്ലാ ബിസിനസ്സുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൂടി ഇന്ന് കഷ്ടപ്പെട്ട് ഈ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കുന്നവർ നാളത്തെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ലോകം അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ അപ്പൊ ഈ സൂം മീറ്റിങ്ങോട് വന്നതോടുകൂടി 2 മാസം കൊറോണയായിട്ട് വീട്ടിലിരുന്നു. അവിടെ ഇരുന്നിട്ട് ബിസിനസ് ബിൽഡ് ചെയ്തു. 21,000 നിന്നും ഏകദേശം ചുണ്ടിനും ചായക്കൊപ്പയ്ക്കിടയ്ക്ക്, ഞാൻ ജിഷ സാറിനോട് പറഞ്ഞു, ചുണ്ടിനും ചായക്കൊപ്പയ്ക്കിടയ്ക്ക് എനിക്ക് പലതും നഷ്ടപ്പെട്ടു. കാരണം 99,750 രൂപ ഇൻകം കിട്ടുമായിരുന്നു, 99,250 രൂപ ഇൻകം കിട്ടുമായിരുന്നു, 89,000 രൂപ ഇൻകം കിട്ടും, 87,000 ഇൻകം കിട്ടുമായിരുന്നു, 93,000 കിട്ടുമായിരുന്നു. പക്ഷേ 1 ലക്ഷം തികയുമായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞു, ഷോപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഉണ്ടായ സംഭവമാണ്. പക്ഷെ എന്തോ എനിക്കറിയില്ല, കഴിഞ്ഞ മാസം ഈ ബിസിനസ്സിനകത്ത് 1,02,000 രൂപ ഇൻകം കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും എനിക്കുണ്ടായ മാറ്റം, ഒന്ന് പേഴ്സണാലിറ്റി, പവർ, നോളജ്, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, ബിലീഫ്, നല്ല ഡ്രീമറായി, നല്ല കമ്മിറ്റ്മെന്റ് ഉള്ളവനായി. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണമെന്ന് ലീഡേഴ്സിന്റെ കറക്റ്റ് ഗൈഡൻസോട് കൂടി ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുത്തു. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ യോഗ്യതയില്ല, കാരണം നിങ്ങളൊക്കെ മില്യനേഴ്സ് ആണ്, എന്നേക്കായി കരുത്തരാണ്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിനകത്ത് എന്തുകൊണ്ട് അച്ചീവ് ചെയ്യണില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ബിസിനസ് അറിയില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ എന്റെ ലീഡേഴ്സ് മോശമായിട്ടല്ല. ഈ ബിസിനസ്സിനകത്ത് എനിക്ക് ഇറങ്ങാൻ എൻ്റെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഷോപ്പുകൾ നടത്തുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം സമയക്കുറവുണ്ട്, വളരെയധികം ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തുണ്ട്. ഞാൻ ഒത്തിരി വിഷമിക്കാറുണ്ട് ചില സമയത്ത് ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൂടി എനിക്ക് ഇത്രയും വലിയൊരു ജീവിതം തന്നെങ്കിൽ 65 വയസ്സ്, ഇന്ന് എനിക്ക് 60 വയസ്സായി, 65 വയസ്സ് തികയുന്ന സമയത്ത് ഈ ബിസിനസ് കൂടി മിനിമം
ഒരു 10 തൊട്ട് 15 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കുന്ന സ്റ്റേജിലേക്ക് ഞാൻ എത്തും. ആ 65 വയസ്സിൽ 10 തൊട്ട് 15 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, 65 വയസ്സിൽ 15 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെയായിരിക്കും ജനങ്ങൾ കാണുന്നത്, എങ്ങനെയായിരിക്കും നാട്ടുകാർ കാണുന്നത്, എങ്ങനെയായിരിക്കും ബന്ധുമിത്രാദികൾ കാണുന്നത്? പൈസയിലുപരി ആ വ്യക്തിയിൽ ഉണ്ടാവുന്ന, ഇന്ന് ജിഷ സാറിനെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നു, വിനോദ് സാറിനെ എനിക്കറിയാം, ദിനേശ് നാരായണൻ സാറിനെ എനിക്കറിയാം. കാരണം ഞാൻ കോഴിക്കോട് ആശീർവാദിൽ ഓരോ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ദിനേശ് നാരായണൻ സാറായിട്ട് ഞാൻ സംസാരിക്കാറുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന സമയത്ത് അപ്പൊ ഈ ബിസിനസ് എനിക്ക് ചെറിയൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കടല് പോലെ നമുക്ക് നേടാൻ കിടപ്പുണ്ട്, കടല് പോലെ. അത് മറ്റുള്ള കാര്യങ്ങൾക്ക് മനസ്സ് കൊടുക്കാതെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഞാൻ ഈ ബിസിനസിന്റെ ടോപ്പ് ലെവലില് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 30 ലക്ഷം രൂപ വരെ ഇൻകം തന്നിട്ടുള്ള ലീഡേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. ആ 30 ലക്ഷം വരെയുള്ള ലീഡേഴ്സിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് 30 ലക്ഷം വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന, പ്രത്യേകിച്ച് ന്യൂ ജനറേഷന് ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. വീട്ടിലിരുന്നു കൊണ്ട് കോടികൾ നേടാം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലാതെ മറ്റൊരു ബിസിനസ് ഇന്ന് നടക്കില്ല എന്ന് ഞാൻ 100% എന്റെ 26 രാജ്യത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. അതുകൊണ്ട് പൊന്നു സഹോദരന്മാരെ, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ടീമിനെ നഷ്ടപ്പെടാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് അവരുടെ കൂടെ നിന്ന്, അതുകൊണ്ട് നമ്മുടെ ലീഡേഴ്സിനെ നമ്മുടെ ഉള്ളം കയ്യിലെടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്ന് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ, ഈ ബിസിനസ് നടത്തി കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ അധിപന്മാര് നമ്മൾ ഓരോ വ്യക്തികളായിരിക്കും ഞാൻ 100% വിശ്വസിച്ചുകൊണ്ടും എന്നെ ഒരിക്കൽ കൂടി ഇന്ന് ടീം ഗ്ലോബൽ ഓർഗനൈസേഷനുള്ള ഈ ക്യാപ്റ്റന്മാരുടെ കൂടെ, ഈ ലീഡേഴ്സിന്റെ കൂടെ നമുക്ക് വരാൻ സാധിച്ചത് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. ഇത് ദൈവാധീനം കൊണ്ടാണ്, ദൈവം മുൻ ജന്മ സുഹൃതമാണ്. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഇന്ന് കളിയാക്കുന്നവരുണ്ടാവും, പുച്ഛിക്കുന്നവരുണ്ടാവും. ഇപ്പൊ നിങ്ങളെ ആരും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ ടീമിലുള്ളവരുണ്ടാവും. അവരോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ 2-3 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മളായിരിക്കും കേരളത്തിന്റെ ചക്രം തിരിക്കുന്നത്. ഇന്ന് ധീരുഭായ് അംബാനിയെ പോലുള്ള ഒരു ചക്രം തിരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മളായിരിക്കും ഇന്ത്യയുടെ ചക്രം തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എന്താ പറയാ 10-60 പേരിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് ഒരു നിമിഷം കളയാതെ, അഹങ്കരിക്കാതെ, ലീഡേഴ്സിനെ മുറുക്കി പിടിച്ചുകൊണ്ട് നമുക്ക് പല വ്യക്തികൾക്കും പറ്റുന്ന കുറച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ ലീഡേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് ഈ ബിസിനസ്സിനകത്ത് അവരുടെ അനുഗ്രഹം, മാതാപിതാ ഗുരുദൈവം, അവരുടെ അനുഗ്രഹം കൃത്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഗൈഡൻസോടുകൂടി, മെന്റർഷിപ്പോടുകൂടി, പ്ലാനിങ്ങോടുകൂടി, പ്രോഗ്രസ്സോടുകൂടി, അവരുടെ കൗൺസിലിങ്ങോടുകൂടി ആ മുന്നോട്ടേക്ക് പോയാൽ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ഇന്ത്യയുടെ ചക്രം ധരിക്കുന്ന വ്യക്തികളാവാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും കഴിയും. നമ്മുടെ അടുത്ത ജനറേഷൻ ആയിരിക്കും ഇന്ത്യയിൽ അറിയപ്പെടാവുന്ന ഇന്ന് ധീരുഭായ് അംബാനിയെ പോലും അല്ലെങ്കിൽ മറ്റുള്ള ഓരോ മില്യനേഴ്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പറ്റിയായിരിക്കും ഇനി ലോകം പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്ന് 60ാമത്തെ വയസ്സിൽ ഇത്രയും ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും എൻ്റെ അടുത്ത് 100 പേരെങ്കിലും നീ ഇന്നിത് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടും ഇത് ഞാൻ ചെയ്തിരിക്കും, ഇതിൽ കൂടി ഞാൻ 2025 10 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ചലഞ്ച് ചെയ്ത് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നേക്കായും കഴിവും പഠിപ്പും മറ്റുള്ള എല്ലാവിധ ബാക്ക്ഗ്രൗണ്ടുകളുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വഴി കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും, എനിക്കിവിടെ അവസരം തന്ന ലീഡേഴ്സിനും വളരെയധികം ബഹുമാനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബ്രഹാം സർ. വാട്ട് എ ബ്രില്യന്റ് ടെസ്റ്റിമോണിയൽ. ഞാനിപ്പോ ഓർക്കുന്നത് മോദി കെയർ ബിസിനസ് തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോ നിങ്ങളെ കാണാൻ വേണ്ടി ഓഫീസിലും ഷോപ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് ഞാനിപ്പോ ഓർമ്മ വരുന്നത് എന്റെ മനസ്സിൽ. സമയക്കുറവുകൊണ്ടാണ് സാറേ ചെയ്യാൻ, സമയക്കുറവുകൊണ്ടാണ്, അല്ലാതെ വന്നാൽ കമ്മിറ്റ്മെന്റ് എനിക്കറിയാം. ബിസിനസ് വന്നാൽ ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് ഒരു 7-8 തവണ ഞാൻ ഷോപ്പിൽ വന്നിട്ടുണ്ട് കാണാനും. അതുപോലെ നമ്മളിരുന്ന് സംസാരിച്ചു, ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് മോദി കെയറിലേക്ക് ഇൻവൈറ്റ്. വൈഫ് എപ്പോഴും പറയും സമയമുണ്ട് ദാസ, ഒരു സമയമുണ്ട്. ആ ഒരു കാലഘട്ടം വളരെ ത്രില്ലിംഗ് ആയിരുന്നു. കാരണം ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട്, നമ്മള് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ
ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ സ്നേഹം, ആ ബഹുമാനം ഇന്നും ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. ഇന്നലെയും ഞങ്ങള് വീട്ടില് വൈഫും ഞാനും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം പോവാം, ജിഷ സാറിന്റെ വീട്ടിൽ പോവാം, വിനോദ് സാറിന്റെ വീട്ടിൽ, ദിനേശ് നാരായണ സാറിന്റെ വീട്ടിൽ പോവാം, എല്ലാവരെയൊക്കെ വീട്ടിൽ പോകാൻ നമുക്ക് ഒരു ദിവസം ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒത്തിരി തിരക്കുണ്ട് സാറേ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചിന്തിക്കാറുണ്ട്, ഞാനൊക്കെ ഫുൾ ടൈം ആണെങ്കിൽ ഈ ബിസിനസ്സിൽ മാക്സിമം എനിക്ക് പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത്രയും ടെൻഷൻ കുറച്ച് വൈകിട്ടാണെങ്കിലും സാർ എന്തായാലും മോദിക്കർ ചൂസ് ചെയ്തു. നല്ലൊരു ടീമിന്റെ ഭാഗമായി ഒരുപാട് നല്ല ആളുകൾ നമ്മുടെ കൂടെ വന്നു. ആൻഡ് ഫൈനലി യു ബിക്കേം എ മെമ്പർ ഓഫ് മില്യണിയർ ക്ലബ്. നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. പലപ്പോഴും ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ഇത് മിസ്സായി പോയതായിരുന്നു. 90,000 പ്ലസ് മെനി ടൈംസ് നമ്മൾ അച്ചീവ് ചെയ്താണ്. പക്ഷേ 1 lakh നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദിസ് ടൈം നമ്മൾ അത് അച്ചീവ് ചെയ്തു. അത് ഡെഫിനറ്റ് ആയിട്ടും അതൊരു വലിയ ഒരു മാറ്റം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രോത്ത് അതൊരു വേറെ ലെവലായിരിക്കും. അത് ഞാൻ എവിടെയോ ശരിയാവാണ്ടേ സാറേ, ഞാൻ എവിടെയോ ശരിയാവാനുണ്ടായി. അത് ഞാൻ തന്നെ ചിന്തിച്ചു. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ എവിടെയോ ശരിയാവാനുണ്ട്, എവിടെയോ ചിന്തകളിലായിരിക്കാം, പ്രവൃത്തികളിലായിരിക്കാം, എന്തോ മാറ്റം വരുത്താനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ. ഇതൊരു വലിയ ടെസ്റ്റിമോണിയാണ് സാർ. അതായത് ഒരു സാധാരണ ഡ്രൈവറിൽ നിന്ന് ഇത്രയും അധികം ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. സാറ് പറയുന്ന പോലെ തന്നെ എനിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നത് വെറും വരുമാനം മാത്രമല്ല. സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് എന്റെ പേഴ്സണാലിറ്റി തന്നു, എനിക്ക് നല്ല ബന്ധങ്ങൾ തന്നു, എന്റെ ചിന്തകൾ മാറി, എന്റെ ജീവിത രീതികൾ മാറി. അപ്പൊ ശരിക്കും ഇപ്പോഴും സംശയത്തോടെ നോക്കി കാണുന്ന ഒരുപാട് ആളുകൾ. ഇപ്പൊ നേരത്തെ അബ്രാം സാർ പറഞ്ഞു, ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ യോഗ്യനല്ല. ആക്ച്വലി ഈ ഗ്രൂപ്പിനോടല്ല നമ്മൾ സംസാരിക്കുന്നത്. 100 ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഫേസ്ബുക്കിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലർക്കും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനോടുള്ള ഒരു വലിയ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ്. അപ്പൊ അവിടെയാണ് മിസ്റ്റർ വിനോദ്ജിയെ പോലെയുള്ള ആളുകളുടെ ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ഇപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വളരെ സീരിയസ്ലി അദ്ദേഹം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു, PhD അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മറുഭാഗത്ത് സാറിനെ പോലെയുള്ള ആളുകൾ 60ാമത്തെ വയസ്സിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ഇനിയും കണ്ണു തുറക്കാത്തവർക്ക് കണ്ണു തുറന്നേ പറ്റൂ. ഇനിയും കണ്ടു തുറന്ന് ഈ ബിസിനസിനെ കാണാൻ തയ്യാറല്ലാത്ത ആളുകൾ കണ്ടേ പറ്റൂ. കാരണം ദിസ് ഈസ് ദ ഫ്യൂച്ചർ റെവല്യൂഷൻ. അതിൽ യാതൊരു തർക്കവുമില്ല. ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, എന്റെ ചുറ്റുപാടുകൾ വേറെയാണ്. എബ്രാം സാറിന്റെ ചുറ്റുപാടുകൾ അത് വളരെ ഡിഫറെന്റ് ആണ്. മിസ്റ്റർ വിനോദ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇന്ന് നമ്മളോട് സംസാരിച്ചവരൊക്കെ വളരെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇവരെല്ലാവരും ചേർന്ന് ഒരു ഒറ്റ സിംഗിൾ ഗോളിന് വേണ്ടിയിട്ട്. ആൻഡ് അവർ ഗോൾ ഈസ് വെരി സിമ്പിൾ, ദാറ്റ് ഈസ് കോൾഡ് ആസാദി. സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഡെഫിനറ്റ്ലി യുവർ കോൺട്രിബ്യൂഷൻസ് ആർ റിയലി പ്രൈസ്ലെസ്. അതിന് വിലമതിക്കാൻ കഴിയില്ല. അത്രയധികം അമൂല്യമായ കോൺട്രിബ്യൂഷൻസ് ആണ് സാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ഫീൽ സോ ബ്ലെസ്ഡ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഒരു അസോസിയേഷന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ, ഇന്ന് ടീം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള ഒരു നിമിത്തമാവാൻ സാധിച്ചതിലൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്തായാലും നമ്മളുടെ ഇന്നത്തെ മില്യണിയർ ലൈവ് പ്രോഗ്രാം വളരെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റിമോണിയൽസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിച്ചു. വി എൻജോയ്ഡ് ബ്യൂട്ടിഫുൾ ടെസ്റ്റിമോണിയൽസ്. ആൻഡ് ഫൈനലി വി ഹാവ് വൺ മോർ സൂപ്പർ അച്ചീവ്മെന്റ്. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു സൂപ്പർ അച്ചീവ്മെന്റ് കൂടെ നമുക്ക് ഇന്നിവിടെ ഷെയർ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അച്ചീവ്മെന്റ് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്കറിയാം, മോദിക്കർ ബിസിനസ് എന്ന് പറയുമ്പോൾ പല ആളുകളും പല രീതിയിലാണ് ഈ ബിസിനസിനെ കാണുന്നത്. പക്ഷേ ഇന്ന് മോദിക്കർ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല ഒരു സൊല്യൂഷൻ ആണെന്നുള്ളത് ഞാൻ ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. And she started this business just 1 year back. Just 1 year back, she started this business. And with the help of her upline, Mr. Ganesh and Varsha Ingle, they introduced ModiCare, and she started last September. And she started her journey. And 2021, September 31st, she achieved the prestigious title Global Black Diamond Director with 9 lakh LPV. Means the last month she crossed 4 lakh rupees income. It's a beautiful and dynamic achievement, no doubt about it. And of course, I would like to congratulate both, because the kingmaker, Ganesh Ingle, of course, he helped her a lot to achieve this beautiful achievement. And I would like to invite our powerful Global Black Diamond Director. We have already seen
because she already created many millionaires in her team. So it's my honor and privilege to invite our brand new global Black Diamond, Sonal, Ridansh, and Paresh. Actually, this family now completely a Modicare family right now. I would like to say a few words about Mr. Ridansh because he's our superstar. At 12 years boy, but he's a very good trainer. He giving his presentations, he do so many sessions and he do demonstrations. And I believe that maybe he would be the youngest billionaire in entire network marketing industry very soon. So I would like to invite Lodha family. Congratulations, Sonal, Paresh, and Ridansh. Over to you, please. Thank you. Thank you so much, sir. Thank you, sir. Good morning. Good morning, Ridansh. Yes, sir. Good morning. First of all, thank you so much to giving us chance to share our testimonials in this meeting. और आज सर मैं बहुत खुश हूँ क्योंकि आज की जो मीटिंग हुई वो बहुत अच्छी थी, उससे भी अच्छा इस मीटिंग में हमारे जो डायनामिक लीडर्स है शिल्पा मैम और मोनिका मैम, उनका टेस्टिमोनियल हमने देखा और आपके सपोर्ट की वजह से सर ये सब हो पाया है और आगे ही ऐसे ही होता रहेगा सर। आपने जैसे बोला है ना, अब DDMO के साथ 90 डेज गोल्ड मिशन पे भी काम कर रहे हैं सर। टीम में रिव्यू मीटिंग्स ले रहे हैं सर रेगुलर बेस पर, और टीम को भी बता रहे हैं क्या सोशल मीडिया का यूज करके हमें पर्सनल सेल्स हमारी ग्रोथ करनी है, PGB ग्रोथ करना है। और अभी जो ऑफर्स आए ट्रॉली बैग की, तो उसे भी हमें लेना है और आपके गाइडेंस की वजह से ही हम आज मीटिंग्स और ये ले पा रहे हैं। हमारे मेंटर गणेश इंगले सर और वर्षा मैम, उनकी वजह से, और सारे हमारे अपलाइन उनकी वजह से ये सब हो पा रहा है सर। थैंक यू। थैंक यू रिदांश, क्या बात है, आप इतने अपडेटेड है ना। बिग कंग्रेचुलेशंस, आई रियली प्राउड ऑफ यू बेटा। थैंक यू सर। And as your mom's wish, you become the youngest billionaire in network marketing industry very soon. Yes, sir. Yes, sir. And I really feel so proud because you belong to my team. That's why. Yes. Yes, sir. Thank you. Thank you. Thank you. Sir, good morning. Good morning all leaders. स्पेशली ऑल केरला टीम, जिससे हमें पिछले 2 से 3 महीने से बहुत ज्यादा प्यार और सपोर्ट मिल रहा है। तो मैं सबको तहे दिल से धन्यवाद और नमन करना चाहूंगी। ऑल योर लव एंड सपोर्ट, क्योंकि आज ऐसा लगता है कि हम भी मुझे कब एवरी ट्यूसडे तो मुझे ऐसा लगता है मैं ही केरला में बैठी हूँ 8:30 to 11। तो बहुत अच्छा लग रहा है। जर्नी अगर बताना चाहूंगी तो पहले मैं प्रोफाइल बताना चाहूंगी। सर 2003 में मेरी शादी हुई मिस्टर परेश से, जो कि मैकेनिकल इंजीनियर थे, और ऐसा लगता था कि वो जॉब करेंगे। हम सोना ही एक छोटा गांव है, टाउन है, वहां नहीं रहेंगे, कहाँ सिटी में शिफ्ट होंगे। बट कुछ फैमिली प्रॉब्लम की वजह से हमें यहाँ पे रहना पड़ा। फिर परेश ने बिजनेस स्टार्ट किया और मेजर एक्सीडेंट हुआ 2007 में, जब ऐसे कुछ हालात हो गए कि हमें वो 6 महीने बेड पे थे तो शॉप बंद करना पड़ा। हम उस पे जो कुछ लोन्स थे ये थे तो बैंकरप्ट हुए। उस टाइम ऐसा रियलाइज हुआ कि पैसे की अहमियत कितनी ज्यादा होती है लाइफ में, और अगर हम खुद के पैर पे अगर बलबूते पे खड़े नहीं हो पाएंगे तो हमें कोई इस दुनिया में कोई सपोर्ट नहीं करता है। वो जो हमारा पीरियड था 2007 का, मेरी बेटी भी तब 2 साल की भी पूरी नहीं थी।
तो बहुत ऐसे ख्याल आते थे क्या करना चाहिए, कैसे करना चाहिए, बच्चों का फ्यूचर कैसे होगा। ऐसे करते करते मैंने प्ले स्कूल स्टार्ट किया और इन्होंने वापस एक बिजनेस स्टार्ट किया। ऐसे करते करते 13 ईयर हो गए हमने प्ले स्कूल को। अब वो 10 तक है स्कूल, वेल डेवलप किया, पूरा एफर्ट उसमें लगाया। 18 आवर्स 20 आवर्स हम कभी कभी वर्क करते थे, क्योंकि कोई फंड नहीं था हमारे पास। उस फंड वहां से वो सब शुरू करना था, अर्निंग करके डेवलपमेंट करना। आज 500 प्लस स्टूडेंट मेरे स्कूल में है, प्लस एक अच्छा स्कूल बिल्डिंग सब था। और मुझे ऐसा लगने लगा था कि हम सेटल होने जा रहे हैं, अब लाइफ सेटल हो रही है। बट जब कोरोना आया तब ऐसा रियलाइज हुआ, ऐसा पता चला कि नहीं, अभी तो जो हमने देखा है, जो सपना है, जो हम सोच रहे कि ये हमारे सब ड्रीम कंप्लीट करेगा, ये पूरा स्टॉप हो गया है। और हमें कुछ, मेरे मतलब जो मैंने 13 ईयर वर्क किया वो मेरे हाथ में कुछ नहीं रहने वाला है, वो हमें कुछ बैक नहीं दे पाने वाला है। तो इसी सोच में हम दोनों सोच विचार कर रहे थे, क्योंकि जो टीचर्स मेरे यहाँ स्कूल में जॉब करते हैं उनको, उनका उस पे से उनका फैमिली चलता है। उनको अगर हम क्योंकि कोई गवर्नमेंट से हमको डोनेशन नहीं आता है, तो हमको ही हमारा मैनेज करके स्कूल चालू रखना रहता है। तो उनको सैलरी कैसे देंगे, उनका घर कैसे चलेगा, ऐसा हम दोनों को क्वेश्चन आने लगे, हम क्या करें, कैसे करें। It's okay. You can continue. यस, कॉल आया था। तो ऐसे सोच रहे थे, और सबसे ज्यादा सोच ये पड़ने लगी कि मैं ना, मेरी जो बेटी है उसको हार्वर्ड में पढ़ना है, तो मैं उसका कैसा विश पूरा करूंगी। और ये जो मेरे यहाँ टीचर्स वर्क करते हैं उनकी फैमिली कैसे चलेगी, क्योंकि सेविंग्स कितने दिन चलने वाले थे कोरोना का अगर देखा तो। ऐसे ही हम थर्ड लाइन ऑफ इनकम में सोच रहे थे कि एक जगह सब इन्वेस्टमेंट अब नहीं करना, तो नेटवर्किंग करना चाहते थे, बट कौन सी कंपनी चूज करे, क्या करे, लॉट्स ऑफ इश्यूज थे। तो मैं खुद ज्यादा नहीं करना चाह रही थी नेटवर्किंग, जो आज मैं आपके सामने कहना चाहती हूँ। मैं अगेंस्ट थी नेटवर्किंग के, और रिदांश और परेश जी ये दोनों भी करना चाहते थे। तो हमें मेरे मीडिया पार्टनर ने अपॉर्चुनिटी शेयर की, फिर हमें इंग्लिश सर से मिलाया। ये वो दो सितारे सर जिन्होंने, इंग्लिश सर गणेश सर एंड वर्षा मैम, जिन्होंने मेरे लाइफ के सभी सितारों को बदल दिया। तो आई रियली वेरी थैंक्स टू मिस्टर एंड मिसेस इंग्ले कि जिन्होंने हमें ये बिजनेस सिखाया और करने के लिए मोटिवेट किया। बस तो फिर हमने, जब रिदांश ने इस पे वर्क किया कि मम्मा ये करना चाहिए, हमें डीपी लेके ही हम बिजनेस बिल्ड कर सकते हैं, डीपी में बहुत ताकत होता है। तो मैंने जब ये घर में बात शेयर की तो मुझे सर ने बोला, अरे हम लोग ऐसा बिजनेस नहीं कर सकते, वेल सेटल लोग इस बिजनेस में आ नहीं सकते, इसको अच्छी तरीके से देखा नहीं जा सकता है। बट हम दोनों ने डिसाइड किया कि ऐसा नहीं हो सकता, अगर कुछ करना है, कुछ अलग करना है, तो हमें हमारा वजूद टिका के हमें वो अगेंस्ट सबके जाके हमको प्रूफ करना पड़ेगा। दैट डे वी डिसाइडेड कि उस दिन हमने डिसाइड किया कि अगर इन लोगों को जो जिस सोसाइटी में हम रहते हैं, अगर उनको ये प्रूफ करना होगा तो हमें कुछ तो भी अलग करना होगा, तो ही हम ये प्रूव कर पाएंगे। तो इसलिए हमने उसी दिन टारगेट लिया कि 30 सितंबर को अगर हमारा ज्वाइनिंग है, हमारा डिस्ट्रीब्यूशन पॉइंट लेके हमने शुरू किया है। विद इन 1 ईयर इसका हाईएस्ट जो भी टाइटल है हम वो अचीव करेंगे। और ये ड्रीम हमने हमारे मेंटोर इंग्लिश सर को बताया था। सर और मैम ने हमको उसी तरीके से गाइड किया, प्रॉपर डुप्लीकेट किया, और वैसे ही हमने टीम डुप्लीकेट की और हर जगह हमारी टीम बनाई। जैसे जैसे हम